പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പഠിപ്പാൻ വേണ്ടി ദൈവം ഇങ്ങനെ നമ്മളെ കൂട്ടിവരുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ, മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, ജോയി അങ്കിള്, ബിജു ഭയ്യ, അങ്ങനെ ജോയല്, എല്ലാ വ്യക്തിജീവിതങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കുറച്ച് പേരുടെ പേര് മാത്രം പറഞ്ഞേ ഉള്ളൂ. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം യഥാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ യഥാർത്ഥമായി കരുതുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യം സാജു ബ്രദർ നമ്മളോട് വ്യക്തമായി അത് ഓർപ്പിച്ചു. നമ്മൾ ദൈവത്തെ കേൾക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ, ക്രിസ്ത്യൻ ലൈഫ് ദൈവം ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തെ കേൾക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഇന്ന് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇതൊക്കെ ഞാൻ അനുഭവത്തിലൂടെ കടന്നുപോയി ദൈവം അടിയനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മിക്കവാറും ഈ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിൽ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരം ദൈവം തരാറുണ്ടെന്ന് വെച്ചാൽ, ചിലപ്പോൾ സൗഖ്യത്തിനാണെങ്കിൽ യെസ് സൗഖ്യമാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാനാണെങ്കിൽ യെസ് അത് ദൈവം അത് ചെയ്തു തരും. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് നമുക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെ, അതായത് നടത്തി നൽകണമെന്നാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ആ താല്പര്യം അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡിലേ ആകുകയോ ചിലപ്പോൾ നടക്കാതെ വരികയോ ചെയ്ത അനുഭവം എൻ്റെ തന്നെ ലൈഫിൽ ഉണ്ട്. ഒത്തിരി പ്രാവശ്യം അതുണ്ട്. അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ദൈവത്തിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴേ അറിയാം. ദൈവം ഒരാളോട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ ശരിക്കും ആ ഒരു ഞാൻ ഇതിനു മുമ്പേയും പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. നമ്മൾ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്, നമ്മൾക്കൊരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു സോളുണ്ട്. ആ സോളാണ് നമ്മൾ ഈ അടുത്ത മണ്ഡലത്തിലോട്ടോ അല്ലെങ്കിൽ നിത്യതയിലോട്ടോ അല്ലെങ്കിൽ നിത്യനാശത്തിലോട്ടോ പോകുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത് മനുഷ്യനൊരു സോളാണ്. അപ്പോൾ നമ്മളുടെ ഈ റൂഹേനെ, നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ പർപ്പസ്ഫുള്ളി യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ, അത് എൻ്റെ ആത്മാവിനെ, എൻ്റെ സ്പിരിറ്റിനെ യേശുവെ ഞാൻ അങ്ങയുടെ കയ്യിലോട്ട് തരുന്നു, അങ്ങ് നിയന്ത്രിച്ചാട്ടെ, അങ്ങയുടെ ഇഷ്ടം അത് എൻ്റെ സ്പിരിറ്റിൽ, അല്ലെങ്കിൽ അത് അങ്ങയുടെ പരിപൂർണ നിയന്ത്രണത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് നമ്മൾ യേശുവിൻ്റെ കയ്യിലോട്ട് അതിനെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്ത, ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന അത് ഒരു വാസ്തവമാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ പരിപൂർണമായി നമ്മുടെ പാപങ്ങളെയും നമ്മുടെ വീഴ്ചകളെയും ഒക്കെ പറഞ്ഞ് ദൈവത്തോട് യഥാർത്ഥമായി നിരപ്പ് പ്രാപിക്കുകയും, എന്തെങ്കിലും സാത്താന്യ ബന്ധനങ്ങളോ ശക്തികളോ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ അഴിച്ചു മാറ്റുകയും, കാരണം നമ്മുടെ താക്കോൽ നൽകിയിട്ടുണ്ട്. അതെ, ദൈവം നമ്മളെ വീണ്ടെടുത്ത ഒരു വ്യക്തിയാണെന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട കല്ലാണെന്ന് ഉറപ്പുള്ള വ്യക്തി ജീവിതമാണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ അവന് ആ അന്ധകാര ശക്തി അഴിച്ചു മാറ്റാൻ പറ്റും. അവന്റെ പാപം അവൻ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ
ആത്മാർത്ഥമായി ഏറ്റുപറയുകയും പാപക്ഷമ യഥാർത്ഥമായി കിട്ടുകയും അവന്റെ സകല ബന്ധനങ്ങളെ അവൻ അഴിച്ചു മാറ്റുകയും ചെയ്തിട്ട്, യേശുവേ എൻ്റെ സ്പിരിറ്റിനെ ദൈവമേ ഞാൻ നിന്റെ ഈ തരുന്നു, നീ അതിനെ നിയന്ത്രിച്ചാട്ടെ, നീ അതിനെ യഥാർത്ഥമായി നിന്റെ ഇഷ്ടം അതിന്മേൽ പ്രവർത്തിച്ചാട്ടെ എന്ന് ദൈവത്തിന്റെ കയ്യിലോട്ട് ആ സ്പിരിറ്റിനെ പർപ്പസ്ഫുള്ളി കൊടുത്താൽ ആ നിമിഷം നമുക്കറിയാൻ പറ്റും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന ഒരവസ്ഥ ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിക്കും അത് അനുഭവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തമായി എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് ദൈവത്തിന്റെ കയ്യിലോട്ട് ആത്മാവിനെ പർപ്പസ്ഫുള്ളി കൊടുത്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് വസിക്കുന്നത് എനിക്കറിയാം, വ്യക്തമായി അറിയാം. അത് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട യഥാർത്ഥമായി ആത്മാവ് എക്സ്ചേഞ്ച് നടക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. അവരുടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും, ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം വരും, ഒരു ഹല്ലേലൂയ, അത് യേശു എന്നിലുണ്ട് എന്നുള്ള ഒരു വ്യക്തത, ഒരു ഉറപ്പ് അവനിലുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ പറയുന്ന അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ യേശു ഉള്ളിൽ ശരിക്കും ആത്മാവിൽ അത് അറിയണം, ആത്മാവിൽ അത് അനുഭവിച്ചറിയണം. അങ്ങനെ ഇരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ലാത്ത അവര് സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവർ യേശു അവരിലുള്ളവരാണ്. ഓ ഹല്ലേലൂയ. യേശു കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, യേശു കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഞാനിത് പറഞ്ഞത് ഇത്രയും ഉറപ്പും ഇത്രയും വ്യക്തതയും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ കൂടെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിച്ചാൽ ദൈവം പറയും, ദൈവത്തിന്റെ താല്പര്യം പറയും. ഹല്ലേലൂയ. ദൈവം പറയും അതങ്ങനെ, ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയാ, ഞാനത് ചെയ്യാൻ പോവാ, ഞാനത് ഉറപ്പ് നൽകാൻ പോവാ. അങ്ങനെ പലപ്പോഴും ഉറപ്പ് കിട്ടിയിട്ടും കാര്യങ്ങൾ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി അതിന്റെ എക്സ്ട്രീം കേസിൽ ചിലവരൊക്കെ ചില കേസുകളൊക്കെ മരണകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അവർ പ്രാർത്ഥിക്കും ദൈവത്തിന് അവരെ രക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടായിട്ട്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് താല്പര്യമുണ്ടായിട്ട് ചില കേസുകളിൽ അത് കൈവിടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. അത് ഒരു പക്ഷേ അത് ചില കാര്യങ്ങളിലൊക്കെ മരണകരമായ പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ജീവനെ എടുക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും നമ്മൾ പ്ലീഡ് ചെയ്തിട്ട് ദൈവം ജീവനെ കൊടുത്ത കേസുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അനുഭവമുണ്ട്, വ്യക്തമായ അനുഭവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ നമ്മുടെ പ്രാർത്ഥനയുടെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പല കേസുകൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പല ആഴത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ദൂതൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതൊക്കെ അതിന്റെ സാങ്കേതിക വശമാണ്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ടല്ല ഇറക്കുന്നത്, ദൈവമായിട്ടാണ് ഇറക്കുന്നത്. നമ്മൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന്റെ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെന്നേ ഉള്ളൂ. സാങ്കേതിക വശങ്ങളാണ്, ടെക്നിക്കലോ അല്ലെങ്കിൽ അതിന്റെ ദൈവികമായ സ്പിരിച്വൽ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്കിന്ന് ചില കാര്യങ്ങൾ വ്യക്തമായി ഈ നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടേതായ ഒരു പ്രാർത്ഥനയുടെ തീവ്രത അത് കുറച്ചുകൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇന്ന് ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ താഴോട്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ
നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ഇതിനു മുമ്പേയും ഇത് ഈ വേദഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ. എങ്കിലും ദൈവം ഇന്ന് വ്യക്തമായി ഈ ഒരു കാര്യം ഓർപ്പിച്ച് ഉണർത്തിയതുകൊണ്ട്, ഈ ഒരു കാര്യം പർട്ടിക്കുലറായിട്ട് എന്നെ അസൈൻ ചെയ്ത് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വചനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ കൽപ്പിച്ച് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മത്തായി സുവിശേഷത്തില് ഈ 7-ാം അധ്യായത്തില് ഈ 11-ാം വാക്യം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അവിടെ 11:13 ഇങ്ങനെ എഴുതിയേക്കുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മളിതിനു മുമ്പേ ഒക്കെ നമ്മൾ പഠിച്ചത് കാര്യമാണ്. ഈ സ്പിരിച്വൽ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പരിപാടിയാണ്. ഇപ്പൊ നമുക്കൊരു സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്കൊരു രോഗസൗഖ്യമാവണമെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലി ഒരു ഫിസിക്കലായിട്ടുള്ള അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ പോലും, ചെങ്കടലിനെ പിളർക്കണമെങ്കിൽ പോലും, ഹല്ലേലൂയ, ശരിക്കും പരിശുദ്ധാത്മാവാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അതിന്റെ പുറകിൽ നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് രണ്ട് സെയിം. നമുക്ക് കിട്ടുന്ന ഭൗതികമായ കാര്യമാണെങ്കിൽ പോലും, ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് ദൈവം ചില കാര്യങ്ങളെ തുറന്ന്, അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ആമേൻ അത്ഭുതം പ്രവർത്തിപ്പിക്കും, കാറ്റടിപ്പിക്കുന്നതാണെങ്കിൽ പോലും ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ എത്ര അധികം നൽകുന്നു എന്ന് അവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇത് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ യാചിക്കണം, എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ മുട്ടണം. ഹല്ലേലൂയ. അത് എത്ര തീവ്രമായി, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചില കാര്യങ്ങളിൽ പ്രാർത്ഥനയിൽ ഫെയിലായിട്ടുണ്ട്. അതായത് ദൈവത്തിന് ചില കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്, ദൈവത്തിൻ്റെ അപ്രൂവലാണ്, പക്ഷേ അതങ്ങ് അവൈൽ ചെയ്തെടുക്കാൻ പറ്റാതെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് ദൈവം ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. യാചിക്കേണ്ട രീതിയിൽ നമ്മൾ യാചിച്ചാൽ, മുട്ടേണ്ട രീതി മുട്ടിയ, അന്വേഷിക്കേണ്ട രീതി അന്വേഷിച്ച, ഇവിടെ വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുന്നു, യേശു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കിട്ടിയിരിക്കും. ഹല്ലേലൂയ. നമുക്കതിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം. ഓരോ പ്രത്യേകമായ അനുഭവത്തിലൂടെ, ഓരോ വ്യക്തി ജീവിതം, അതിൻ്റെ ആ ഇലിസ്ട്രേഷൻ മനസ്സിലാകണമെങ്കിൽ ഓരോ അനുഭവത്തിലൂടെ തന്നെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമുക്കതിനകത്ത് ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം പരീക്ഷിക്കപ്പെടുന്ന ആ വേദഭാഗത്തിലോട്ട് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. അതിനകത്ത് ആ യാചനയുടെ ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ഞാനത് ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുന്നു. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ, ഹല്ലേലൂയ, അബ്രഹാമെ എന്ന് വിളിച്ചപ്പോൾ തന്നെ എന്താ സംഭവിച്ചേ? ഇതാ ഞാൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാനൊരു പ്രാക്ടിക്കൽ കേസ് പറയാം. ഈ ദൈവത്തെ കേൾക്കുന്ന വ്യക്തിക്ക് ദൈവം വിളിച്ചാൽ ഉടൻ തന്നെ അറിയാൻ പറ്റും. അതിന്റെ പ്രൂഫ് ഞാൻ പറയാം. ഈ ശൗമേൽ ബാലനെ ആദ്യം വിളിച്ച സമയത്ത് ശൗമേൽ ബാലന് മനസ്സിലായില്ല. 3 പ്രാവശ്യം വിളിച്ചിട്ട് മനസ്സിലായില്ല. എന്നിട്ട് ഏലി പുരോഹിതൻ പറഞ്ഞു കൊടുക്കുക ചെയ്ത്, ഇനി വിളിച്ചാ ഇതാ കർത്താവേ, ഞാൻ ഇതാ എന്ന് പറയണമെന്ന്. അത് നമുക്കറിയാവുന്ന കേസല്ലേ. എന്താണ് കാരണം? പുള്ളിക്ക് അത് ഫസ്റ്റ് അനുഭവമായിരുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നോക്കിക്കേ, അബ്രഹാമേ എന്ന് വിളിച്ചപ്പോ തന്നെ ഹല്ലേലൂയ, ഞാൻ ഇതാ എന്ന് പറഞ്ഞു. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷമായിട്ട് ഇവിടെ അടുക്കരുതെന്ന് പറഞ്ഞപ്പോ തന്നെ, ഒരു ഒച്ച കേട്ടപ്പോ തന്നെ മോശയ്ക്ക് മനസ്സിലായി അത് ദൈവമാണ്.
ഹല്ലേലൂയ. യെസ് ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യെസ് ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ യെസ് ആമേൻ, ദൈവത്തെ കേൾക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലായിരിക്കണം നമ്മൾ. അങ്ങനെയുള്ളവരെ ആണ് ശരിക്കും ഞാൻ ഇന്നത്തെ വചനം ശരിക്കും അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമ്മളായിരിക്കണം. സോ മസ്റ്റ് അത് അതിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആത്മാവിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് യെസ് ആമേൻ, ദൈവം നമ്മുടെ യെസ് ഉള്ളിൽ വസിക്കുകയും ആ ആത്മാവിന്റെ അവസ്ഥയിൽ തന്നെ നമുക്ക് ആയിരിക്കുകയും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫിൽ മാൻഡേറ്ററി ആയ ഒരു കാര്യമാണ്. യെസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ യെസ് ആമേൻ ആശയം ദൈവം പറയേണ്ട സമയത്ത് ദൈവം നമ്മളോട് പറയും, അത് നമ്മൾ കേൾക്കണം, നമ്മൾ ഗ്രഹിക്കണം. അത് പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഹല്ലേലൂയ. ഒരു സുഹൃബന്ധമാണ്. യെസ് ഹല്ലേലൂയ. യെസ് നമ്മളെ ഹല്ലേലൂയ നമ്മുടെ കൊച്ചുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ യെസ് എത്ര വലിയ തിരക്കിൻ്റെ ഇടയ്ക്ക്, എത്ര വലിയ യെസ് ആമേൻ വളരെ തിരക്കുള്ള ചന്തയിലാണെങ്കിൽ പോലും യെസ് ആമേൻ നമ്മുടെ കൊച്ച് യെസ് അപ്പ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ യെസ് മാതാപിതാക്കൾ നമ്മളെ ഒന്ന് വിളിച്ചാൽ യെസ് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലേ? എന്നാ ഹല്ലേലൂയ നമ്മളെ അറിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ യെസ് ആമേൻ നമ്മളുമായിട്ട് നമുക്ക് അത്രയും പരിചയമില്ലാത്ത, നമ്മൾ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാള് നമ്മുടെ പേര് വിളിച്ചാൽ പോലും ആരാ വിളിച്ചതെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. നല്ല തിരക്കുള്ള ഒരു ചന്തയിലെ കാര്യമാണ് പറയണത്, ശരിയല്ലേ? പക്ഷേ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും ദൈവത്തെ കേൾക്കുന്ന, ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ മൊമെന്റിൽ അറിയാൻ പറ്റും ഹല്ലേലൂയ ദൈവമാ വിളിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. ഇത് കേൾക്കണം. ഇത് ക്രിസ്ത്യൻ ലൈഫിൽ ഒരു സിസ്റ്റം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ വചനത്തിന്റെ മർമ്മങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 22ന്റെ 2-ാം വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, അതെ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഹല്ലേലൂയ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ, അവിടെ മലയുടെ പേര് പറഞ്ഞിട്ടില്ല, മോരിയ ദേശത്ത് പോകണം എന്നാണ് അതിൻ്റെ ആശയം. പക്ഷെ എവിടെയാണെന്ന് എക്സാക്ട് സ്പോട്ട് അവിടെ ചെല്ലുമ്പോഴേ പറയുള്ളൂ. അപ്പോൾ എന്താണ് സംഭവം? ഈ ദൈവവും ഈയുമായിട്ട് യെസ് അബ്രഹാമിന് നല്ല ഒരു ആത്മബന്ധം ഉണ്ടെങ്കിലല്ലേ അപ്പോഴും കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യെസ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചാൽ പോലും ഇത്രയും മാനസിക സംഘർഷത്തിന് കാരണമാകുന്ന ഒരു ടാസ്ക് കൈ കൊടുത്തിട്ട് ദൈവം പറയാ, അവിടെ വെച്ചും ഞാൻ പറയാൻ പോകും, നീ അത് കേട്ടോണം. പ്രിയ ദൈവമക്കളെ, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ ശരിക്കും കേൾക്കുവാൻ പറ്റണം. നമുക്ക് ദൈവമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശൈലി, പ്രാർത്ഥന സിസ്റ്റം ടോട്ടലി മാറേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വശം ഈ അബ്രഹാം പ്രത്യേകിച്ച് ഇസഹാക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ 17-ാം അധ്യായത്തില് 16-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും, ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. സാറയെ കുറിച്ച് സാറയിലൂടെ തന്നെ ഒരു മകൻ ജനിക്കുമെന്ന് വ്യക്തമായി ദൈവം പറയുന്നു. പക്ഷെ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും.
90 വയസ്സോ 100 വയസ്സൊന്നും ഇവിടെ പ്രശ്നമല്ല. ദൈവത്തിന്റെ മുമ്പിൽ അതൊന്നും ഒരു മാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാ, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. മാത്രമല്ല, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. വളരെ വ്യക്തമായി പറയാ, അവന്റെ പേരിതാ ഇസഹാക്ക്. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെയും പറയുന്നു, ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും. ഹല്ലേലൂയ. ഇത് കേട്ടോ, അതായത് ഇസ്ഹാക്ക് മാത്രമല്ല അവിടെ പറയുന്നത്, ഇസഹാക്കിന്റെ സന്തതിയുടെ കാര്യം വരെ അവിടെ പറയുന്നുണ്ട്, ഇസഹാക്ക് ഉണ്ടാകുന്നതിന് മുമ്പേ. അപ്പൊ അബ്രഹാമിന് വ്യക്തമായിട്ട് അറിയാം, ഈ മകനെ ദൈവം തന്നതാ, ഈ മകൻ ഒരു സന്തതി ഉണ്ടാവും, ആ സന്തതിയിൽ അവന്റെ കവനന്റ് എസ്റ്റാബ്ലിഷ് ആകും എന്നുള്ള ഉറപ്പ് അബ്രഹാമിന് അറിയാം. അപ്പോ അതിഭയങ്കരമായ ഒരു മാനസിക സംഘർഷവും ഒരു ഭയങ്കരമായ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അബ്രഹാം ഇപ്പോ. കാരണം എന്താണ്? ഈ പറഞ്ഞ ഇസഹാക്ക് അവന് ഒരു സന്തതി വരെ ഉണ്ടാകുമെന്ന്, ആ സന്തതിയിൽ അവന്റെ കവനന്റ് എസ്റ്റാബ്ലിഷ് ആകുമെന്ന് പറഞ്ഞ ഇവനെ യാഗം കഴിക്കണം ദൈവത്തിന്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ അതിഭയങ്കരമായ ഒരു പ്രത്യേക കുടുക്കിലായിരിക്കുവാണ് അബ്രഹാം. ഹല്ലേലൂയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ കാണണം. അബ്രഹാമിന്റെ മുന്നിലുള്ള ടാസ്ക് എന്താ? പ്രാർത്ഥന എന്തായിരിക്കും? ഈ അബ്രഹാം എന്ന് പറയുന്ന ആള് അതിഭീകരമായിട്ട് അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ട് പ്ലീഡ് ചെയ്ത വ്യക്തിയാണ്. നമുക്കറിയാം ലോത്തിനെ കുറിച്ച്, ലോത്തിന്റെ കാര്യത്തിൽ കുറിച്ച്, അല്ലെങ്കിൽ സോദോം ഗോമോറയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് ഭയങ്കരമായിട്ട് പ്ലീഡ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അബ്രഹാം എന്നുള്ള വ്യക്തി ദൈവവുമായിട്ട്, അതിന് ഇവിടെ ഒരുപക്ഷെ അത് എഴുതിയിട്ടില്ലായിരിക്കും, എക്സ്പ്ലിസിറ്റ്ലി എഴുതിയിട്ടില്ലായിരിക്കും, പർപ്പസ്ഫുള്ളി അത് മറച്ചു വെച്ചിരിക്കുകയായിരിക്കും. ദൈവവുമായിട്ടൊരു ഭയങ്കര ഒരു പ്രാർത്ഥനയൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവണം, ഉറപ്പാണേ നടന്നിട്ടുണ്ടാവണം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മുന്നിൽ ടാസ്ക് എന്താണ്? എങ്ങനെയെങ്കിലും ഈ ഇസഹാക്കിനെ രക്ഷിച്ചെടുക്കണം. അറ്റ് ദ സെയിം ടൈം ദൈവം എന്നോട് ഈ പറഞ്ഞ ടാസ്ക് ചെയ്യുവാൻ വേണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദൈവമേ, ഈ കാര്യത്തിൽ ദൈവമേ അവിടുന്ന് പ്രവർത്തിച്ചേ പറ്റൂ. പലപ്പോഴും ദൈവം ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇങ്ങനെ ഒരു കുടുക്ക് പിടിച്ച ഒരു ടാസ്കും, ഇങ്ങനെ ഒരു കുടുക്ക് പിടിച്ച ഒരു പ്രാർത്ഥനയും നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. അതായത് രണ്ട് കാര്യം അബ്രഹാമിന്റെ മുന്നിലിരിക്കുന്നു. അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തി ദൈവം എന്തു പറയുന്നോ അത് അതേപടി ചെയ്യുന്ന വ്യക്തിയാണ്. അവൻ അത് ചെയ്യും. അപ്പോ അത് ചെയ്യുന്ന സമയത്ത് തന്നെ അബ്രഹാമിന് ഒരു കാര്യം അറിയാം. അബ്രഹാമിനോട് ഇതേ ദൈവം പറഞ്ഞതാ, ഈ ഇസഹാക്കിന്റെ മാത്രമല്ല, ഇസഹാക്കിനൊരു മകനുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. അപ്പോ പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇത്ര ഉറപ്പുള്ള ചില വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടിയിട്ടും, ആമേൻ, പലപ്പോഴും ഉറപ്പായിട്ട് ദൈവം പറഞ്ഞിട്ടും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ആകാതെ വരുന്ന ചില അവസ്ഥ ഒഴിവാകാൻ വേണ്ടി യാചിക്കേണ്ടതുപോലെ യാചിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉറപ്പാണ്. ഇതിന്റെ ഈ 22-ാം അധ്യായത്തില് നമ്മൾ കാണാത്ത അതിഭയങ്കരമായ പ്രാർത്ഥന ഈ അബ്രഹാം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. അടുത്ത വാക്യത്തിൽ എന്താണ് കാണുന്നത്? 3-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നത്, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോ ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. വളരെ സമ്മറൈസ് ചെയ്താണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഇതിന്റെ പുറകിൽ 3 ദിവസത്തെ വഴിയകലം. ഇത് വേറൊരു കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ അബ്രഹാം
ഒരു ശകലം പോലും ദൈവ കൽപ്പന ഡിലേ ചെയ്യിപ്പിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും, എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ലെങ്കിലും, ദൈവം പറഞ്ഞ പ്രവൃത്തി അത് അതേപടി ഉത്സാഹത്തോടെ ഒരു മടുപ്പില്ലാതെ ചെയ്യണം. ഹല്ലേലൂയ. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ അബ്രഹാം അതിഭയങ്കരമായി പ്രാർത്ഥിച്ചു. 2 പ്രാർത്ഥനാ വിഷയം. ഒന്ന്, ഈ മകൻ രക്ഷപ്പെടണം. യെസ്. 2, എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഈ ദൈവം പറഞ്ഞ കൽപ്പന ചെയ്യുകയും വേണം. ഓ യെസ്, എനിക്ക് ദൈവം പറഞ്ഞ കൽപ്പന ചെയ്യുകയും വേണം. ഈ മകന് ഈ മകനെ എനിക്ക് കിട്ടിയ പറ്റൂ. ദൈവം ഓൾറെഡി പറഞ്ഞതാ, അത് ചെയ്ത് തരണം. ഹല്ലേലൂയ. ആ ഒരു ഹല്ലേലൂയ, ഒരു ഭയങ്കരമായ യാചനാ ശബ്ദം അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാര്യത്തിനും ഡിലേ ഉണ്ടാക്കാതെ അവൻ അധികാരത്തെ എഴുന്നേറ്റ് വിറകും എടുത്തുകൊണ്ട് ബാലിക്കാരെയും കൂട്ടി പുറപ്പെടുവാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളോടൊക്കെ ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോടൊക്കെ ദൈവം ചില കാര്യങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. യാചനാ ശബ്ദത്തോട് കൂടെ തന്നെ ഒന്നും ഡിലേ ആക്കാതെ ഉള്ള അവസ്ഥ വെച്ച് കാര്യത്തിലോട്ട് ഇറങ്ങണം, കാര്യത്തിലോട്ട് ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് 100 കൂട്ടം ഹല്ലേലൂയ നമുക്ക് തടസ്സങ്ങളോ അല്ലെങ്കിൽ പലവിധമായ ന്യായവാദങ്ങളോ പറയാനുണ്ടാവും. പക്ഷേ അബ്രഹാം കാണിക്കുന്നത്, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ അവന്റെ കൽപ്പന പ്രമാണിക്കണം. ഹല്ലേലൂയ. സഭാപ്രസംഗിയിൽ അവസാനം ഹല്ലേലൂയ ശലോമോൻ രാജാവ് ഏത് മനുഷ്യനും വേണ്ടത് എന്തെന്ന് പറയുന്നത് എന്താണെന്ന് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ. അതെ, യഹോവയെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എല്ലാ മനുഷ്യനും വേണ്ടത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തോണം, അതറ്റ് എനി കോസ്റ്റ് ചെയ്തോണം. അറ്റ് ദ സെയിം ടൈം അതിഭയങ്കരമായൊരു പ്രാർത്ഥന ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ വളരെ വിശ്വാസത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന അബ്രഹാം വളരെ ഒരു കുടുക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് അബ്രഹാം. ഹല്ലേലൂയ. മകൻ മരിക്കരുത്, അല്ലെങ്കിൽ മകനെ വേണവന്, മകനെ കിട്ടുമെന്ന് അറിയാം. പക്ഷെ ദൈവം പറയുന്ന ഈ കാര്യം ചെയ്യും വേണം, ഒരു പിടുത്തവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അത് മാത്രമല്ല, ഈ ദൈവത്തോടൊരു പിണക്കമോ ഒരു പരിഭവമോ ഇല്ല. ഈ ദൈവം പറഞ്ഞ കാര്യം അത് ദൈവവുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം തെറ്റിയ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ അങ്ങ് പോകും. ഹല്ലേലൂയ. പക്ഷേ മോരിയ ദേശത്ത് ചെന്നപ്പോൾ ആ പർട്ടിക്കുലർ സ്പോട്ടിലെത്തിയെന്ന് ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. വചനത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകം 9-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അപ്പൊ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹല്ലേലൂയ. അപ്പോ ദൈവം ശ്രദ്ധിക്കണേ, ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയല്ലേ. അതായത് ഇവന്റെ ആവശ്യം എന്താ? ഈ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അറ്റ് ദ സെയിം ടൈം ദൈവം പറഞ്ഞ കാര്യം ചെയ്യുകയും വേണം. ഈ ദൈവമാണെങ്കിൽ ഈ കാര്യത്തെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതേസമയം ഇതേ ദൈവം തന്നെ വേറെ കാര്യം പറയുന്നു, ഇതാണ് എന്റെ സ്ഥലം, ഇവിടെയാണ് നീ യാഗം അർപ്പിക്കേണ്ടത് എന്നുള്ള സ്ഥലമൊക്കെ GPS കോർഡിനേറ്റ് വെച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ തന്നെ നീ ചെയ്യട്ടെ, ഇവിടെ തന്നെ നീ ചെയ്യ. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധ, അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ. അതേ ഹല്ലേലൂയ, നമ്മൾ ദൈവവുമായിട്ടുള്ള അത്ര ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അവൻ അത്ഭുതം ചെയ്യാൻ പറ്റും, പക്ഷെ അവൻ പറയുന്നത് ബ്ലൈൻഡ്ലി നമ്മൾ ചെയ്യുക. അതേ സെയിം ടൈം ദൈവം നമ്മളോടൊരു പ്രോമിസ് എടുത്തിട്ടുണ്ടോ? യെസ് ആമേൻ. ഓ യെസ്. ഹല്ലേലൂയ. ഭയങ്കരമായി യാചിക്കുക, ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. യെസ് ആമേൻ. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. ഹല്ലേലൂയ. അതിന് പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ, ശ്രദ്ധിക്കണമേ, ദൈവം ചില സമയത്ത് ഹല്ലേലൂയ ആ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യും. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ
ആ പറഞ്ഞ കാര്യം യേശാമൻ ഒരു ഡിലേയും കൂടാതെ ഹല്ലേലൂയ ഒരു സമയത്ത് നമ്മൾ അതിഭയങ്കരമായി യാചിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം പൂർണ്ണ ഉത്സാഹത്തോടെ യേശാമൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ആ തക്ക സമയത്ത് അവൻ നമ്മുടെ യാചനയ്ക്ക് ഉത്തരം അരുളുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന്റെ യാചന അവിടെ എക്സ്പ്ലിസിറ്റ്ലി എഴുതിയിട്ടില്ലെങ്കിലും അബ്രഹാം അതിഭയങ്കരമായിട്ട് തന്നെ യാചിച്ചിട്ടുണ്ട്. അതിഭയങ്കരമായിട്ടൊരു പ്രത്യേക സംഘർഷാവസ്ഥയിലൂടെ അബ്രഹാം കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഹല്ലേലൂയ അന്വേഷിക്കുന്ന ഒരു കാര്യം കണ്ടെത്താം. ഹല്ലേലൂയ. അത് 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ഈ ശമൂവേല് ദാവീദിനെ അനോയിന്റ് ചെയ്യുന്ന ഭാഗം നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന്റെ വ്യക്തത, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ദൈവികമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അത് ശുശ്രൂഷ ആയിക്കോട്ടെ, ദൈവം കൽപ്പിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ദ വൺ. അന്വേഷിക്കണം, ഡീപ്പായിട്ട് അന്വേഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആദ്യം ഒരു വലിയ യാചന കഴിഞ്ഞു. ഇനിയും ഹല്ലേലൂയ, നമ്മൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ ശരിക്കും പറഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ച വ്യക്തിയെ തന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം വരുന്നു. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഹല്ലേലൂയ. ഇവിടെ 7-ാം വാക്യം മുതൽ 1 ശമൂവേൽ 16-ന്റെ 7-ാം വാക്യം മുതൽ യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഈ അബിനാദാബിനെ വിളിച്ചു ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. അപ്പോൾ അവൻ, യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ശമ്മയെ വരുത്തി, ഇവനെയും യഹോവ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ശമൂവേൽ അവിടെ ചെന്നിരിക്കുന്നത് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെയും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ഈ ശമൂവേലും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ശമൂവേല് ദൈവത്തെ കേൾക്കുന്നത്. ആമേൻ. അതായത് എന്താണ് ശരിക്കും പറയുന്നത്? നമുക്കൊരു നേർച്ച, ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ഒരു നേർച്ച പോലെ അത് എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി ചെയ്യുന്ന ഒരു വിധിയാണെങ്കിൽ ശമൂവേൽ ആദ്യത്തെ പുള്ളിനെ തന്നെ, അല്ലെങ്കിൽ 2ാമത്തെ പുള്ളിനെ തന്നെ പിടിച്ച് അഭിഷേകം ചെയ്തേനെ. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഇതൊക്കെ ഈ ഒളിഞ്ഞു കിടക്കുന്ന, ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്ന സംഭവമാണ്. അതായത് ശമൂവേൽ, he want to make sure that he is the one, he is the right one, he is the chosen one. ഹല്ലേലൂയ. പക്ഷേ ശ്രദ്ധിക്കണേ, ഓൾറെഡി ദൈവം പറഞ്ഞു വിട്ട ഇന്ന ഇശായിയുടെ മകനിൽ ഒരാളാണ്. ഹല്ലേലൂയ. പക്ഷെ എങ്ങനെ ഈ ശമൂവേൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിലോ, എങ്ങനെ ഈ എന്റെ പൊന്നു ദൈവമേ, 1 2 3 4 5 അപ്പോഴത്തേക്കും മടുത്താലോ? ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. യെസ്, ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടാണ്. ഇത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം, അല്ലെങ്കിൽ ഹല്ലേലൂയ, യെസ്, നമ്മളൊരു പ്രാക്ടിക്കലായി ഒരു കാര്യം വിചാരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഏതെങ്കിലും ഒരു ഗാവില് സുവിശേഷം പറയാൻ ഇറക്കി. ഹല്ലേലൂയ.
ഓ യെസ് യെസ്, അല്ല ഞാൻ വേണ്ട, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. യെസ്, സൗദി അറേബ്യയിൽ ഇപ്പോൾ സൗദിയിൽ ഒത്തിരി ലിബറലാണ്. അവിടുത്തെ നിയമം ഭയങ്കര മാറ്റി. അവിടുത്തെ മുത്തവ റിലീജിയസ് പോലീസിൻ്റെ ഇടപാടൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര ഫ്രീ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു അവനെ പിടിച്ചകത്തിടും. അങ്ങനത്തെ അവസ്ഥയെ ടോട്ടലി. യെസ്, മുഹമ്മദ് ബിൻ സൽമാൻ വന്നപ്പോൾ ടോട്ടലി മാറി. ടോട്ടലി അത് വളരെ ഓപ്പൺ ഫ്രീ ആയിട്ടുള്ള അവസ്ഥയാണ്. അവിടെ സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ട് ഇപ്പം. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ. ഒരിക്കൽ അല്ല, ഞാൻ നേരത്തെ കൂടിക്കൊണ്ടിരുന്ന ചർച്ച, അവര് എല്ലാ എല്ലാ ഒരു പർട്ടിക്കുലർ ദിവസം വ്യാഴാഴ്ചയാന്ന് തോന്നുന്നു, അവര് ഒരു ഈ സിറ്റി മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. തല പോകുന്ന കേസാണ്. അതായത് അവര് പരിശുദ്ധാത്മാവിനാൽ ഡയറക്റ്റായി സിറ്റിയിലോട്ട് പോവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന വ്യക്തിയോട് സുവിശേഷം പറയണം. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു തമിഴ് ബ്രദറാണ്, പുകൾ എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. ആ ബ്രദർ ഹല്ലേലൂയ പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ട് ആമേൻ ഞാൻ ദൈവത്തെ ഒത്തിരി അധികം സ്തുതിച്ചു പോയൊരവസ്ഥയുണ്ട്. കാരണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യൻ മിനിസ്ട്രിക്ക് വേണ്ടി പോവുകയാണ്, ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ആ ടീമായിട്ട് പോവുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, ആ വ്യക്തിയോട് സുവിശേഷം പറയാൻ പറയുന്നു. ആമേൻ. ഓ ജീസസ്. ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വ്യക്തിയോട് തന്നെ സുവിശേഷം പറ. നീ പ്രൊസീഡ് ചെയ്യേ, നീ അവനുമായിട്ട് സംസാരിച്ച് തുടങ്ങുക. ഈ മനുഷ്യൻ ഈ വ്യക്തിയുടെ അടുത്ത് പോയി സുവിശേഷം പറഞ്ഞു തുടങ്ങുവാണ്. ശ്രദ്ധിക്കണേ, സൗദി അറേബ്യയിൽ ആ സമയത്ത് അവരുടെ തല വെട്ടാൻ പാകത്തിനുള്ള കുറ്റമായി ഈ മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ ഈ ഇങ്ങേർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങേര് അയാളെ പരിചയപ്പെട്ട് സ്ലോലി ഒത്തിരി പരിചയപ്പെട്ട് അവസാനം ഇപ്പോഴും തുടങ്ങിയിട്ട് സുവിശേഷം തുടങ്ങിയിട്ടില്ല. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ അവർ തമ്മിൽ ഹായ് ഒക്കെ പറഞ്ഞ് ഒഴിവാകാൻ പോകുന്ന സമയത്ത് പൂൾ ബ്രദർ പറഞ്ഞു, ബ്രദർ, ഐ വാണ്ട് ടു സേ സംതിങ്, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്, ദാറ്റ് ഇസ് വൈ ഐ ജസ്റ്റ് കെയിം ടു യു. എന്നിട്ട് സ്ലോലി, ഐ ആം എ ക്രിസ്ത്യൻ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഈ മനുഷ്യൻ ആ വ്യക്തിയോട്, ആ സൗദിയാകുന്ന വ്യക്തിയോട് സുവിശേഷം പറയാൻ, യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ഈ മനുഷ്യൻ അത് മുഴുവൻ കേട്ടു. ആ മനുഷ്യൻ യേശുവിനെ വേണ്ടി, അല്ലെങ്കിൽ യേശു ആരാണെന്ന് ശരിക്കറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന വ്യക്തി. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി യേശു ആരാണെന്ന് ആ വ്യക്തിയോട് പറഞ്ഞു. അതിനകത്ത് ട്വിസ്റ്റ് ഇരിക്കുന്നത് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. ഈ മനുഷ്യന് ഭയങ്കര ഈ കോൺവെർസേഷൻ യേശുവിനെ ശരിക്കും പരിചയപ്പെടുത്തിയപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. ഇവൻ ജസ്റ്റ് ഒരു ഇന്ത്യക്കാരൻ, ഇവനറിയില്ല അവൻ്റെ വണ്ടി ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ ഈ സൗദിയാവുന്ന വ്യക്തി പറയുക, ബ്രദർ, ഡു വൺ തിങ്, ഐ ക്യാൻ ഡ്രോപ്പ് യു ഓഫ് അറ്റ് യുവർ ഹോം. യു കം വിത്ത് മീ. ഐ ഹാവ് വെഹിക്കിൾ, യു കം വിത്ത് മീ, ഐ വിൽ ഡ്രോപ്പ് യു ഓഫ്. എന്ന് പറഞ്ഞ ഓൾറെഡി ഇവന് വണ്ടിയുണ്ട്. എന്നാലും അവന്റെ വണ്ടി തൊട്ടടുത്ത് അവന് പയ്യെ ഇവനടുത്ത് ഇങ്ങനെ ആ വണ്ടി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. യു ഗെറ്റ് ഇൻ ദിസ് വെഹിക്കിൾ. ആ വെഹിക്കിൾ കണ്ടപ്പോഴാ ഈ പൂൾ ബ്രദറിന്റെ കണ്ണ് തള്ളിയ. ഹി ഈസ് ഒരു റിലീജിയസ് പോലീസ് ആയിരുന്നു. അതായത് ഇവനെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിലടയ്ക്കുവാൻ കഴിവുള്ളവനെയാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആ ഒരു പർട്ടിക്കുലർ കാര്യം ഏൽപ്പിച്ചത്. പ്രിയ ദൈവമക്കളെ, അന്വേഷിക്കുക എന്ന് പറഞ്ഞാണുണ്ടല്ലോ, അന്വേഷിക്കുക തന്നെ വേണം. ഹല്ലേലൂയ. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തട്ടിക്കുട്ടി ചെയ്യുന്നതല്ല ക്രിസ്ത്യൻ ലൈഫിലെ ടാസ്ക്. മേക്ക് ഷുവർ ദാറ്റ് ദൈവം ഉദ്ദേശിച്ച കാര്യം അത് തന്നെ എന്ന് ഉറപ്പാക്കി അത് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ മുട്ടുന്ന കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് അവിടെ ഒരു മുട്ടുന്ന കാര്യം പറഞ്ഞിട്ടാണ് ആ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു പക്ഷേ ഹല്ലേലൂയ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു വാക്യം തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് ആ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ആ വാക്യങ്ങൾ ജസ്റ്റ് 1-2 വാക്യങ്ങൾ വായിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വരും. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 5-ാം വാക്യം മുതൽ, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എൻ്റെ
അടുക്കൽ വന്ന് അവന് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നും ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഹല്ലേലൂയ, അവന് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ടാർഗറ്റ് കിട്ടണ വരം പ്രാർത്ഥിച്ചോണം. ഒരു മടുപ്പും വിചാരിക്കരുത്. അവൻ്റെ കയ്യിലുണ്ട്, ഹി ഹാസ്, അവന്റെ കയ്യിലുണ്ട് സൊല്യൂഷൻ, അവന്റെ കയ്യിലുണ്ട്. യെസ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. യെസ്, അവൻ ലജ്ജ കൂടാതെ മുട്ടുക, കിട്ടണ വരെ മുട്ടുക. യെസ്, അവൻ നിർത്തരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് അവൻ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. യെസ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും യാചിക്കേണ്ട വണ്ണം യാചിക്കാതെ, യെസ് ആമേൻ, അന്വേഷിക്കേണ്ട വണ്ണം അന്വേഷിക്കാതെ, മുട്ടേണ്ട വണ്ണം മുട്ടാതെ, ദൈവം തരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പോലും ഒരുപക്ഷെ നമുക്ക് ലഭിക്കാതെ പോകാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുമേ, നമ്മുടെ പ്രാർത്ഥന സ്റ്റൈൽ ഒന്ന് മാറ്റണേ. നമ്മൾ ദൈവവുമായിട്ട് ശരിക്കും ഒരു നല്ല ബന്ധം വേണം. പാപം പറ്റത്തില്ല. ദൈവത്തിന്റെ സന്നിധി യഥാർത്ഥമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ആ റൂഹേനെ യേശുവിനെ കൊടുത്ത് make sure that Jesus is dwelling in us. യേശു നമ്മൾ വസിക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഓ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക, ശക്തമായി യാചിക്കുക. യെസ് ആമേൻ, ദൈവം പറയുന്ന കാര്യം അങ്ങനെ തന്നെ ചെയ്യുക. Make sure that is the right way. യെസ് ആമേൻ, അത് വ്യക്തമായി ചെയ്യുക. ഹല്ലേലൂയ. മാത്രമല്ല, ഹല്ലേലൂയ, കിട്ടുന്നവരെ മുട്ടുക. യെസ്, ഹല്ലേലൂയ. പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ. യെസ്, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ രോഗമായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മുടെ യെസ് ആമേൻ കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ യെസ് ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷ മണ്ഡലമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ആമേൻ ഒരു കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ യെസ് നന്മയായിരിക്കാം, ദൈവം പറഞ്ഞ കാര്യങ്ങളുടെ യെസ് ഫുൾഫിൽമെന്റ് ആയിരിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യാചിക്കേണ്ട വണ്ണം യാചിച്ച്, യെസ് ആമേൻ, മുട്ടേണ്ട യെസ് അന്വേഷിക്കേണ്ട വണ്ണം അന്വേഷിച്ച്, മുട്ടേണ്ട വണ്ണം മുട്ടി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു വേറൊരു തലത്തിൽ പ്രാർത്ഥിച്ച് അവന്റെ ഉണ്ടെന്നേ. യെസ്, നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി, മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഉറപ്പായിട്ട് യെസ് ആമേൻ അത് ചെയ്തു നൽകും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.